അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികളുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. അതേസമയം ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നും തുല്യമായ പരിഗണന ഉറപ്പാക്കുന്ന നീതിയുക്തമായ ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ധീരരായ സായുധ സേനാംഗങ്ങൾ സജ്ജരാണ്. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയും എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഉടനടി ശക്തമായ പ്രതികരണമുണ്ടാകും. അതേസമയം പരസ്പരം പ്രയോജനകരമായ നീതിയുക്തമായ ഒരു ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഭീഷണിയല്ലാതെ ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയുള്ള കരാറാകണം. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശം കരാറിൽ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ആണവ നിർവ്യാപന കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവാത്ത പക്ഷം അടുത്ത ആക്രമണം വളരെ രൂക്ഷമായിരിക്കും എന്നാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന അമേരിക്കയുടെ വലിയ നാവികപ്പട മേഖലയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നും ആവശ്യമെങ്കിൽ വേഗതയോടെയും ആക്രമണ സ്വഭാവത്തോടെയും ദൗത്യം നിറവേറ്റാൻ അവർ സദാ സന്നദ്ധരാണെന്നും കഴിവുള്ളവരാണെന്നും ട്രംപ് വ്യക്തമാക്കി. 3 യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ USS എബ്രഹാം ലിങ്കൺ ചൊവ്വാഴ്ച പശ്ചിമേഷ്യയിൽ പ്രവേശിച്ചിരുന്നു. US-ഇറാൻ ബന്ധം അങ്ങേയറ്റം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലേക്ക് US യുദ്ധക്കപ്പലുകളും എത്തിയത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണിയെത്തിയത്. സമയം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ ട്രംപ് അണവായുധങ്ങൾ സംബന്ധിച്ചുള്ള ന്യായവും തുല്യവുമായ ഉടമ്പടി തയ്യാറാക്കുന്നതിനായി ഇറാൻ ഉടൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ഇറാൻ അധികം വൈകാതെ ചർച്ചകൾക്കായി ഒരു മേശയ്ക്ക് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അണവായുധങ്ങൾ വേണ്ടെന്ന കരാറിനായുള്ള ചർച്ചകൾ നടക്കും. അതായിരിക്കും എല്ലാ കക്ഷികൾക്കും നല്ലത്. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്ന മുൻ അമേരിക്കൻ ആക്രമണത്തെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് ഇറാൻ പഴയ തെറ്റുകൾ ആവർത്തിക്കരുതെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കും. അത് വീണ്ടും സംഭവിക്കാൻ ഇടവരുത്തരുത്. ട്രംപിന്റെ ഭീഷണി ഇങ്ങനെയായിരുന്നു. സൈനിക ഭീഷണികളിലൂടെയുള്ള നയതന്ത്രം ഫലപ്രദമോ ഉപകാരപ്രദമോ ആകാൻ സാധ്യതയില്ല എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യുഎസ് പ്രസിഡന്റിന്റെ പുതിയ ഭീഷണിയും എത്തിയത്. ഇറാനിലെ നിലവിലെ അസ്വസ്ഥതകൾക്കിടയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പിരിമുറുക്കവും വർദ്ധിക്കുകയാണ്. സർക്കാർ അടിച്ചമർത്തലിനെതിരായ പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ 6200-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പ്രതിഷേധക്കാരാണ്. എന്നാൽ ശരിക്കുള്ള മരണസംഖ്യ ഇതിലും അധികമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 4200-ലധികം അറസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ അമേരിക്കയുമായി സഖ്യത്തിലുള്ള അറബ് രാജ്യങ്ങളുമായി രഹസ്യ നയതന്ത്ര ചർച്ചകൾ നടത്തിവരികയാണെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി സംസാരിച്ചു. അതേസമയം അബ്ബാസ് അരാഗ്ചിയും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാട്ടി അറാഗ്ചിയും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.